ലോകത്തെ ഏത് രാജ്യത്തെയും വിരട്ടി വരുതിയിലാക്കാം എന്ന അമേരിക്കൻ അഹങ്കാരത്തിന് ഇന്ത്യക്കാർ നൽകിയ കിടിലൻ മറുപടിയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ വന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശകനെ ഇന്ത്യക്കാർ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചിരിക്കുകയാണ്. വൈറ്റ് ഹൗസ് പ്രസിഡൻഷ്യൽ കൗൺസിലറും ഉന്നത ഉദ്യോഗസ്ഥനുമായ പീറ്റർ നവാരോയ്ക്കാണ് ഇന്ത്യക്കാരിൽ നിന്ന് ഈ എട്ടിന്റെ പണി കിട്ടിയത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ വിമർശിച്ച് നവാരോ അടുത്തിടെ ഒരു ലേഖനം എഴുതിയിരുന്നു. ഒപ്പം ഓഗസ്റ്റിൽ അമേരിക്കൻ സെനറ്റ് പാസാക്കിയ പുതിയ നിയമപ്രകാരം റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്ക് ഒരു 100% വരെ ഉയർന്ന താരിഫ് ചുമത്താൻ അമേരിക്കയ്ക്ക് അധികാരമുണ്ടെന്ന ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ഈ അമേരിക്കൻ അഹങ്കാരം അത് കണ്ട ഇന്ത്യക്കാർ എന്ത് ചെയ്തു? അവർ വെറുതെ ഇരുന്നില്ല. നവാരയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇന്ത്യക്കാരുടെ വക വൻ പൊങ്കാലയാണ് പിന്നീട് നടന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അമേരിക്കയ്ക്ക് യാതൊരു അവകാശവും ഇല്ലെന്ന് ഇന്ത്യക്കാർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇതോടെ പതറിപ്പോയ നവാരോ ഇന്ത്യക്കാർ തനിക്കെതിരെ കടുത്ത സൈബർ ആക്രമണം നടത്തിയെന്ന് വാർത്താ ഏജൻസിയായ ANI-യോട് വിലപിക്കുകയാണ് ചെയ്തത്. പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഇങ്ങനെയല്ലെന്ന് പറഞ്ഞ അദ്ദേഹം ഒടുവിൽ ഇന്ത്യൻ പ്രതിഷേധം തണുപ്പിക്കാൻ ട്രംപും മോദിയും തമ്മിലുള്ള മികച്ച സൗഹൃദത്തെ കൂട്ടുപിടിച്ചാണ് തടിയൂരിയത്. സ്വന്തം ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ഇന്ധനം നൽകുക എന്നതാണ് മോദി സർക്കാരിന്റെ പ്രഥമ പരിഗണന. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യത്തിന്റെ 88% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അതിൽ പകുതിയിലധികവും ഇപ്പോൾ വരുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ്. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകിയപ്പോൾ ഇന്ത്യ അത് വാങ്ങി. അത് ഇന്ത്യയുടെ വിപണി സാഹചര്യങ്ങളെയും ദേശീയ താല്പര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള സ്വതന്ത്രമായ തീരുമാനമാണ്. അതിൽ അമേരിക്കയ്ക്ക് യാതൊരു കാര്യവുമില്ല എന്ന ശക്തമായ നിലപാടിലാണ് ഭാരതം. ന്യൂസ് ഡെസ്ക്.